السلام عليكم ورحمة الله وبركاته. بسم الله والصلاة والسلام على رسول الله وعلى آله وصحبه الفائزين برضا الله. ما بعد، عباد الله أوصيكم وإياي بتقوى الله. അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിന്റെ കൽപ്പനകളൊക്കെ സ്വീകരിച്ച് അല്ലാഹു വിരോധിച്ച വിഷയങ്ങളിൽ നിന്നെല്ലാം ഒഴിഞ്ഞെന്ന് മുത്തഖീങ്ങളായി ജീവിക്കാനുള്ള തൗഫീഖ് നമുക്ക് എല്ലാവർക്കും പ്രദാനം ചെയ്യട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്ത് അധികം സമയമില്ല. നമ്മളൊരു ലൈവ് പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. കോഴിക്കോട് നിന്ന് 2:30 UAE സമയം 2:30ക്കാണ്. ഇവിടെ 2 മണി കഴിഞ്ഞു ഇപ്പോ. അപ്പോ ഏതായാലും ശരി, അതുവരെ ലൈവ് ടീം വന്നാൽ വിവരം അറിയിക്കണം. അപ്പൊ ഇൻഷാ അല്ലാഹ് നമുക്ക് മൈക്ക് ഒഴിവാക്കി കൊടുക്കുകയും ചെയ്യാം. ചിലപ്പോൾ അവിടെ അസംസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് വരുമ്പോൾ കുറച്ച് വൈകും ചിലപ്പോ അല്ലേ. അപ്പൊ പിന്നെ നമുക്ക് ഈ PM പൂർത്തിയാക്കാനുള്ള സമയം ഉണ്ടാകും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഏതായാലും ഞാൻ പറയാം ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. ഉസ്താദ് 21/4/14 വായിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. മൂപ്പര് എപ്പോഴും ഇങ്ങനെ ഉണ്ടല്ലോ അല്ലേ. ഇന്ന് 21-ാം തീയതി അല്ലേ. ഇന്നലെ ഉണ്ട് 20/4 വായിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഇന്നിപ്പോ 21/4/14 വായിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. മഗ്‌രിബിന്റെ ശേഷം ഉറങ്ങി ഇശാഇന്റെ ശേഷം ഉണർന്ന ഒരാൾക്ക് തഹജ്ജുദ് നിസ്കാരം നിർവഹിക്കാൻ പറ്റുമോന്ന്. മഗ്‌രിബിന്റെ ശേഷം ഉറങ്ങി ഇശാന്റെ ശേഷം ഉണർന്നു, അങ്ങനത്തെ ആൾക്ക് പിന്നെ തഹജ്ജുദ് നിസ്കരിക്കാൻ പറ്റുമോ? എങ്കിൽ ആദ്യം അത് ഏത് നിസ്കാരം നിർവഹിക്കണം? പുലർച്ചയ്ക്ക് എഴുന്നേൽക്കുകയാണെങ്കിൽ ഉടൻ തന്നെ നിസ്കരിക്കേണ്ടതുണ്ടോ? അതല്ല ഭക്ഷണമൊക്കെ കഴിച്ച ശേഷം സുബ്ഹിന്റെ മുമ്പായി മതിയോ? ഏതാണ് തഹജ്ജുദ് എന്ന് പറഞ്ഞാലേ, തഹജ്ജുദ് എന്ന് പറഞ്ഞാല് അത്തനഫുലു ലൈലൻ ബഅദ നൗമിൻ. തഹജ്ജുദ് എന്ന് പറഞ്ഞാൽ വിസന്നു തഹജ്ജുദ് സുന്നത്താക്കപ്പെടും ഇജ്മാഅൻ. വഹുവ തഹജ്ജുദ് എന്ന് പറഞ്ഞാൽ അത്തനഫുലു ലൈലൻ ബഅദ നൗമിൻ. ഉറങ്ങിയതിനു ശേഷം സുന്നത്ത് നിസ്കരിക്കുന്ന സുന്നത്ത് നിസ്കാരമുണ്ടല്ലോ, അതിനാണ് തഹജ്ജുദ് എന്ന് പറയാം. അവിടെ കണ്ടില്ലേ ഷെർവാനി ഇതാ വബഅദ നൗമിൻ ഐ വബഅദ ഫിഇലിൽ ഇശാഇ, അതും കൂടി വേണം. അത്തനഫുലു ലൈലൻ, രാത്രി സുന്നത്ത് നിസ്കരിക്കുക. ബഅദ നൗമിൻ, ഉറങ്ങിയതിന് ശേഷം. വബഅദ ഫിഇലിൽ ഇശാഇ ഐ വബഅദ ഫിഇലിൽ ഇശാഇ, ഇശാ നിസ്കാരം നിർവഹിച്ചതിന് ശേഷവും. അവിടെ ഷെർവാനിൽ അവിടെ വിഷയം പറഞ്ഞിട്ടുണ്ട്. ഏത്? ഇനി ഒരാൾ മഗ്‌രിബിന്റെ ശേഷം ഉറങ്ങി, എന്നിട്ട് പിന്നെ ഇശാന്റെ ശേഷം അവൻ ഉണർന്നു, എന്നിട്ട് തഹജ്ജുദ് സുന്നത്ത് നിസ്കരിച്ചാൽ, എന്നിട്ട് ഇശാസ്കാരം കഴിഞ്ഞ ശേഷം അവൻ എന്ത് ചെയ്തു? സുന്നത്ത് നിസ്കരിച്ചാൽ അത് തഹജ്ജുദ് ആകുമോ എന്ന ചോദ്യത്തിന് ആവുകയില്ല എന്നാണ് അതിന് മറുപടി നൽകിയിരിക്കുന്നത്. എങ്ങനെ? അത് പറ്റൂലെന്ന്. അപ്പൊ ഇശാനിസ്കാരം രാത്രി ഉറങ്ങും വേണം, ഇശാനിസ്കാരം കഴിയും വേണം. അത്തഹജ്ജുദു വഹുവ തനഫുലു ലൈലൻ, രാത്രി സുന്നത്ത് നിസ്കരിക്കലാണ്. ബഅദ നൗമിൻ, ഉറങ്ങിയതിന് ശേഷം സുന്നത്ത് നിസ്കരിക്കുക. ഇശാനിസ്കാരം കഴിഞ്ഞതിന് ശേഷം. ബഅദ ഫിഇലി ഫർളിൻ, അതായത് ഇശാനിസ്കാരാണ് ഫർള്, ആ ഫർള് പ്രവർത്തിച്ചതിന്റെ ശേഷവും. ഐ വബഅദ ഫിഇൽ ഇശാ, അപ്പൊ ഉറങ്ങി രാത്രി ഉറങ്ങും വേണം, ഇശാനിസ്കാരം കഴിയും വേണം, അതിനുശേഷം സുന്നത്ത് നിസ്കരിക്കണം. എന്നാലേ അത് തഹജ്ജുദ് ആവുകയുള്ളൂ. കമാ വുജിദ ബിഖത്ത് ശൈഖിന റംലി അൽ ഇമാമി ശിഹാബുദ്ദീൻ. അങ്ങനെയാണ്. കേട്ടാ أيوة بعد فعل العشاء. ഒരു മിനിറ്റ്. أيوة بعد
أي وبعد فعل العشاء. وإن كان النوم قبل فعلها بأن نام. ഇനി അപ്പോ ആ ഒരാൾ ഉറങ്ങിയത് എപ്പോഴാണ്? വൈൻ കഴിഞ്ഞ് ഉറങ്ങിയത് ആ ഇശാന്റെ മുമ്പായിട്ട് ഒരാൾ ഉറങ്ങി. അങ്ങനെ ബിഅൻ നാമ സുമ ഫഅൽ ഇശാ. ആദ്യം ഒരാൾ ഉറങ്ങി, എന്നിട്ട് പിന്നെ എന്ത് ചെയ്തു? ഇശാ നിസ്കരിച്ചു, എന്നിട്ട് പിന്നെ സുന്നത്ത് നിസ്കരിച്ചു. ബഅദ ഫിഅലിഹാ. എന്നാൽ അത് വഹൽ യക്ഫി النوم عقب الغروب يسير أو إلى دخول وقت العشاء فيه نظر وقد يستبعد الاكتفاء بذلك. അതാ കിട്ടാൻ വേണ്ട ഞാൻ ഒരു മിനിറ്റാണ് പറഞ്ഞത്. എന്നാൽ അത് തഹജ്ജുദായി പരിഗണിക്കാൻ അത് മതിയാകും എന്ന കാര്യം വളരെ ബഈദാണ്. അത് മതിയാവുകയില്ല എന്നർത്ഥം. മനസ്സിലായിട്ടുണ്ടാവൂലല്ലേ? വഖദ് യുസ്തബഅദു الاكتفاء بذلك. ഒരാളെന്ത് ചെയ്ത്? ആദ്യം ഉറങ്ങി, മഗ്‌രിബിന് ശേഷം ഒന്ന് ഉറങ്ങി, എന്നിട്ട് എന്ത് ചെയ്ത്? പിന്നീട് അവൻ ഇശാ നിസ്കാരത്തിന് ശേഷം സുന്നത്ത് നിസ്കരിച്ച് നിൽക്കുക. എന്നാൽ തഹജ്ജുദായി പരിഗണിക്കപ്പെടുമോ? പരിഗണിക്കപ്പെടുകയില്ലേ? പരിഗണിക്കപ്പെടും എന്നുള്ളത് വളരെ ബഈദാണ്. അത് പരിഗണിക്കപ്പെടുകയില്ല എന്നർത്ഥം. ആയിക്കോട്ടെ. പിന്നെന്താണ് വേറെ ചോദ്യം? വേറും കുറെ ചോദ്യം ഉണ്ടല്ലോ. റഹ്മാൻ റബി ഒന്നിച്ചുള്ള ചോദ്യം. ആ ചോദ്യം അയാളെ തന്നെ വേറെ ചോദ്യം. മീഖാത്തിൽ നിന്ന് ഇഹ്റാം ചെയ്ത ശേഷം സൗദിയിൽ നിന്ന് ഒരാൾ ഹജ്ജിന് പോയാൽ അയാൾ അറവ് നടത്തേണ്ടതുണ്ടോ? സൗദിയിൽ നിന്ന് ഹജ്ജിന് പോകലും സൗദിയിൽ നിന്ന് ഹജ്ജിന് അതല്ല വിഷയമുള്ളത്. മീഖാത്തിൽ നിന്ന് ഇഹ്റാം ചെയ്തു. ആദ്യം എന്തിനാ ഇഹ്റാം ചെയ്തു നോക്കണം. ആദ്യം ഹജ്ജിന്റെ മാസത്തിലാണ്. അതായത് ശവ്വാൽ, ദുൽഖഅദ, ദുൽഹജ്ജ്, ഇതാണ് ഹജ്ജിന്റെ മാസം. ഈ ഹജ്ജിന്റെ മാസത്തിൽ പിന്നെ മീഖാത്തിൽ നിന്ന് അയാൾ ഇഹ്റാം ചെയ്തത് ഉംറക്കാണ് ആദ്യം ഇഹ്റാം ചെയ്തത്. എന്നിട്ട് മക്കയിൽ ചെന്ന് ഉംറന്റെ അമാലുകളൊക്കെ പൂർത്തിയാക്കി, എന്നിട്ട് പിന്നെ മക്കയിൽ നിന്ന് ഇഹ്റാം ചെയ്തുകൊണ്ട് ഹജ്ജ് നിർവഹിച്ചു. എന്നാൽ അവിടെ അറവ് നിർബന്ധമാണ്. അത് സൗദിയിൽ നിന്ന് ഹജ്ജിന് പോയ ആളാൻ വേണ്ടില്ല, ഇനി പുറത്തുനിന്ന് പോയാലും വേണ്ടില്ല. പോകുന്ന വഴിയിലുള്ള മീഖാത്തിൽ നിന്ന് ആദ്യം എന്തിന് ഇഹ്റാം ചെയ്തു? ഉംറക്ക് ഇഹ്റാം ചെയ്തു. എന്നിട്ട് ആ ഉംറയുടെ അമലുകളൊക്കെ പൂർത്തിയാക്കി. അതിനുശേഷം എന്ത് ചെയ്തു? ആ ഉംറയിൽ തഹല്ലുലായി. പിന്നീട് ഹജ്ജിന് ഇഹ്റാം ചെയ്തത് എവിടുന്ന് ഇഹ്റാം ചെയ്ത്? മക്കയിൽ തന്നെ ഇഹ്റാം ചെയ്തു ഹജ്ജിന്. എന്നാൽ ആൾക്ക് പിന്നെ അറവ് നിർബന്ധമാണ്. നേരെ മറിച്ച് ആദ്യം പോണ സമയത്ത് മീഖാത്തിൽ തന്നെ ഇഹ്റാം ചെയ്തത്, ഉംറക്കാണ് ഇഹ്റാം ചെയ്തത്. അങ്ങനെ അയാൾ ഉംറക്ക് പൂർത്തിയാക്കി. പിന്നീട് അയാൾ എന്ത് ചെയ്ത്? ഹജ്ജിന് ഇഹ്റാം ചെയ്യാൻ വേണ്ടി മക്കയിൽ നിന്ന് ഇഹ്റാം ചെയ്യാതെ ഏതെങ്കിലും മീഖാത്തിലേക്ക് പോയാണ്. ഉദാഹരണം പറയുന്നത് ഉംറ കഴിഞ്ഞ ശേഷം മദീനത്തേക്ക് വന്ന് മദീനത്ത് നിന്ന് പോണ വയ്ക്കും പോകുമ്പോൾ എന്ത് ചെയ്ത്? ഹജ്ജിന് ഇഹ്റാം ചെയ്ത് പോയി. അതിൽ മക്കയിൽ തന്നെ ഉള്ളത് വേറെ ഒരു മീഖാത്തിലേക്കാണ് പോയി. അങ്ങനെ അവിടുന്ന് ഹജ്ജിന് ഇഹ്റാം ചെയ്തു. എന്നാലൊന്നും അറവ് നിർബന്ധമില്ല. അപ്പോൾ ആദ്യം ഹജ്ജിന്റെ മാസത്തിൽ ആദ്യം ഉംറ നിർവഹിക്കുകയും ആ ഉംറയിൽ തഹല്ലുലായതിനു ശേഷം പിന്നീട് ഹജ്ജിന് ഇഹ്റാം ചെയ്തത് മക്കയിൽ തന്നെയാണ്. മക്കയിൽ നിന്ന് തന്നെ ഹജ്ജിന് ഇഹ്റാം ചെയ്ത് ഹജ്ജ് നിർവഹിച്ചു. അതിന് ഇഫ്രാദ് എന്നാ പറയാം, അല്ല അതിന് തമത്തു എന്നാ പറയാം. അങ്ങനെ മുത്തമത്തിയായ ആളാണെങ്കിൽ അയാൾക്ക് നിർബന്ധമാണ്, അറവ് നിർബന്ധമാണ്. നേരെ മറിച്ച് ആദ്യം അയാൾ ഹജ്ജാണ്, മീഖാത്തിന് ആളെ ഹജ്ജിനാണ് ഇഹ്റാം ചെയ്തത്. അയാൾ പോണ വഴിക്കുള്ള മീഖാത്തുന്നേ അയാളെ ഹജ്ജിനാണ് ഇഹ്റാം ചെയ്തത്. അങ്ങനെ ഹജ്ജൊക്കെ കഴിഞ്ഞ ശേഷമാണ് അയാൾ ഉംറ നിർവഹിക്കുന്നത്. എന്നാൽ അവിടെ പിന്നെ അറവ് നിർബന്ധമില്ല. മനസ്സിലായല്ലേ? പിന്നെ ഉസ്താദ് 5 വർഷമായി സോറിയാസിസ് എന്ന അസുഖം ഉണ്ട്. ഖൈറാണെങ്കിൽ നിലനിർത്താനും ഷർറാണെങ്കിൽ ഒഴിവാക്കാനും വേണ്ടി പ്രാർത്ഥിക്കണേ. എന്താ രോഗം ഇപ്പൊ ഖൈറാകുമോ? എന്ത് രോഗാണിത്? 5 വർഷമായി സോറിയാസിസ് എന്ന രോഗം ഉണ്ട്. ഖൈറാണെങ്കിൽ ഏതായാലും അള്ളാഹു സുബ്ഹാനഹു വ തആല ഖൈറാണി നിലനിർത്തി തരട്ടെ, ഷർറാണി അള്ളാഹു തആല ഒഴിവാക്കി തരുകയും ചെയ്യട്ടെ. അല്ലെ? ഖൈറാണി നിലനിർത്തി തരട്ടെ ഉദ്ദേശം. ഇപ്പൊ അദ്ദേഹം ഉദ്ദേശിച്ചത് ഇങ്ങനെ രോഗമൊക്കെ ഉണ്ടാകുമ്പോ അതിന് ക്ഷമിക്കുക, അപ്പൊ ആ ക്ഷമിച്ചതിനൊക്കെ കൂലി കിട്ടുമല്ലോ അല്ലെ? ആ നിലക്കാണ് അയാൾ ഉദ്ദേശിച്ചത് എന്താ അറിയില്ല. ഏതായാലും അള്ളാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് ശിഫ പ്രദാനം ചെയ്യട്ടെ.
അള്ളാഹു എല്ലാ ഖൈറും അള്ളാഹു പ്രദാനം ചെയ്യട്ടെ, നിങ്ങൾക്ക് അള്ളാഹു ശിഫ പ്രദാനം ചെയ്യുകയും ചെയ്യട്ടെ. അങ്ങനെ നമുക്ക് ദുആ ചെയ്യാം. പിന്നെ അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. ഉസ്താദെ, ടുഡേ വായിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഗൾഫിലുള്ള ഒരാളുടെ നാട്ടിലെ ബാങ്കിൽ സക്കാത്തിന് ഹിസാബ് തികഞ്ഞ പണം ഉണ്ട് എങ്കിൽ അയാൾ എങ്ങനെ സക്കാത്ത് കൊടുക്കണം? ഗൾഫിൽ നിന്നും 2% എമൗണ്ടിന് തുല്യമായ റിയാൽ കൊടുത്താൽ മതിയോ? അതല്ല നാട്ടിൽ ചെന്നാൽ കൊടുക്കണമെന്ന് മനസ്സിൽ കരുതിയാൽ മതിയോ? അങ്ങനെയുള്ള ഒരാൾക്ക് ഹജ്ജ് ചെയ്യുന്നത് കൊണ്ട് കുഴപ്പമുണ്ടോ? മുതലിന്റെ സക്കാത്ത്, ആ മുതൽ എവിടെയാണോ അവിടെയാണ് സക്കാത്ത് കൊടുക്കേണ്ടത്. അപ്പൊ നാട്ടിലെ ബാങ്കിലാണ് സക്കാത്ത് നിൽക്കുക, എന്നാൽ അവിടെ ആ നാട്ടിൽ കൊടുക്കണം. ആ മുതലിന്റെ സക്കാത്ത് ആ മുതൽ എവിടെയാണോ ഉള്ളത് അവിടെയുള്ള അവകാശികൾക്കാണ് അതിന്റെ സക്കാത്ത് കൊടുക്കേണ്ടത്. ഇപ്പൊ ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരാളടുത്ത് ഗൾഫിൽ അയാൾ കച്ചവടം ഗൾഫിലാണ്, അപ്പൊ ആ കച്ചവടത്തിന്റെ സക്കാത്ത് ഗൾഫിൽ തന്നെ കൊടുക്കണം. ആ കച്ചവട സ്ഥാപനം എവിടെയുള്ളതെങ്കിൽ അവിടെ കൊടുക്കണം. അയാളുടെ പിന്നെ അയാൾ മാസം ഇങ്ങനെ പൈസ ഒക്കെ അയച്ചിട്ടേ നാട്ടിൽ പൈസ ഉണ്ടായാലേ, അപ്പൊ പൈസന്റെ സക്കാത്ത് ഉണ്ടല്ലോ അത് നാട്ടിലും കൊടുക്കണം. അപ്പൊ മുതലിന്റെ സക്കാത്ത് ഓരോ മുതലും എവിടെയാണോ അവിടെയുള്ള അവകാശികൾക്കാണ് സക്കാത്ത് കൊടുക്കേണ്ടത്. അത് വുജൂബായ ശേഷം പിന്നെ പ്രത്യേക കാരണമില്ലാതെ പിന്തിക്കൽ ഹറാമാണ്. സക്കാത്തിന്റെ നിസാബ് തികഞ്ഞു വർഷം പൂർത്തിയാവും ചെയ്ത് പിന്നെ പ്രത്യേക കാരണമില്ലാതെ വെറുതെ പിന്തിക്കുക അത് ഹറാമാണ്. അപ്പൊ നിങ്ങൾ നാട്ടിൽ പോകാൻ വേണ്ടി കാത്ത് പിന്തിക്കുക, നാട്ടിലത്തെ മുതലിന്റെ സക്കാത്തെ നിങ്ങൾ നാട്ടിലെത്താൻ വേണ്ടി പിന്തിക്കുക, അത് പാടില്ല. അതേസമയത്ത് സക്കാത്തിന്റെ മസ്ലഹത്തിന് വേണ്ടി പിന്തിക്കാൻ പറ്റും. ഉദാഹരണം പറയുകയാണെങ്കിൽ വർഷം പൂർത്തിയായിട്ട് നിസാബും തികഞ്ഞിട്ടൊക്കെ ഉണ്ട്, വർഷം പൂർത്തിയായിട്ടുണ്ട്, പക്ഷെ സക്കാത്തിന്റെ അവകാശികൾ പിന്നെ എത്തിയിട്ടില്ല, അങ്ങനത്തെ കാരണങ്ങളൊക്കെ കൊണ്ടൊക്കെ പിന്തിക്കാം. സക്കാത്തിന്റെ മസ്ലഹത്ത് അതിന്റെ ആവശ്യത്തിന് വേണ്ടി പിന്തിക്കാം എന്നല്ലാതെ നിങ്ങളുടെ മറ്റു സൗകര്യങ്ങൾക്ക് വേണ്ടി പിന്തിക്കാൻ പാടില്ല, അത് ഹറാമാണ്. അപ്പൊ അത് വേണ്ടത് നാട്ടിലെ സക്കാത്ത്, മുതലിന്റെ സക്കാത്ത് നാട്ടിൽ തന്നെ കൊടുക്കുക, അത് കൊടുത്തു വിട്ടാൻ വേണ്ടി ആരെങ്കിലും വക്കാലത്താക്കുക, അതാണ് വേണ്ടത്. അതല്ലാതെ ആവശ്യമില്ലാതെ സക്കാത്തിന്റെ മസ്ലഹത്തിന്റെ കാര്യങ്ങൾക്ക് വേണ്ടി അല്ലാതെ പിന്തിക്കാൻ പാടില്ല, അത് ഹറാമാണ്. പിന്നെ ഹജ്ജിന് പോകുന്ന നാട്ടിൽ ചെന്ന് കൊടുക്കാൻ മനസ്സിൽ കരുതിയാൽ മതിയോ? അങ്ങനെയുള്ള ഒരാൾക്ക് ഹജ്ജ് ചെയ്യുന്നത് കൊണ്ട് കുഴപ്പമുണ്ട്? ഹജ്ജ് ചെയ്യുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല. ഓരോരുത്തരും കൊടുക്കാനുള്ള ഇതൊന്നുമില്ല, അതൊക്കെ ഒരാളെ ഏൽപ്പിച്ചിട്ട് അത് കൊടുത്തു വീട്ടിൽ പോവുകയോ അതിൽ കൊടുത്തു വീട്ടാൻ വേണ്ടി വിശ്വസ്തനായ ആളെ ഏൽപ്പിച്ചു കൊണ്ടുപോവുകയൊക്കെ വേണ്ടത്. അങ്ങനെയൊക്കെ ചെയ്തെങ്കിലേ ഹജ്ജിന്റെ പൂർണ്ണമായ പ്രതിഫലം ലഭിക്കൂ. അതല്ലാതെ ഹജ്ജ് ചെയ്ത ഹജ്ജ് സഹിയാകും, അതിന്റെ പൂർണ്ണമായ പ്രതിഫലം ലഭിക്കൂല. ഗൾഫിൽ നിന്നും ജുമാ ദിവസം സുബ്ഹിന്റെ സമയം എയർപോർട്ടിൽ എത്തിയ ഒരാൾ അവിടെ നിന്നും പർച്ചേസ് പോലത്തെ മറ്റു ആവശ്യങ്ങൾ നടത്തിയത് കൊണ്ട് മഹല്ലിൽ എത്തുമ്പോഴേക്കും ജുമാ നഷ്ടപ്പെട്ടു എങ്കിൽ യാത്രക്കാരുടെ എല്ലാ ഇളവ് അവനിക്കും ലഭിക്കുമോ? അത് ലഭിക്കും. അത് യാത്രക്കാരാണ്, അയാളുടെ സ്വന്തം നാട്ടിന്റെ അതിർത്തി ഉണ്ടാവുമല്ലോ, അയാളുടെ രാജ്യം, അയാളുടെ നാടിന്റെ അതിർത്തിയിലേക്ക് പ്രവേശിക്കുന്നവരേക്കും അയാൾ യാത്രക്കാരനാണ്. അത് വഴിയിൽ വെച്ചിട്ട് സാധനങ്ങൾ വാങ്ങാൻ വേണ്ടിയോ വലിയ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയോ അങ്ങനെയൊക്കെ അയാൾക്ക് തങ്ങുകയൊക്കെ ചെയ്യാം, അതുകൊണ്ട് വിരോധമൊന്നുമില്ല. ഏതും ശരി, അങ്ങനെ അത് പർച്ചേസിന്റെ കാരണത്തിന് വേണ്ടി മറ്റൊക്കെ അയാൾക്ക് ജുമാന്റെ സമയം നഷ്ടപ്പെട്ടതിന് ശേഷമാണ് അയാൾക്ക് നാട്ടിന്റെ അതിർത്തിയിലേക്ക് എത്തി നിൽക്കുന്നത്. അയാൾക്ക് ജുമാ നിർബന്ധമില്ല, അതിന്റെ പേരിൽ ആൾ കുറ്റക്കാരനുമല്ല. പിന്നെ ദുആ വസിയത്തോടെ അള്ളാഹു ദുനിയാവിലും ആഖിറത്തിലും രക്ഷപ്പെട്ടവരും നമ്മെല്ലാവരും ഉൾപ്പെടുത്തട്ടെ. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. ഉസ്താദേ, മൺഡേ വായിക്കുമെന്ന് കരുതുന്നു, എന്നാൽ എനിക്ക് എന്താ എല്ലാവർക്കും ഇങ്ങനെ ഒരു പരിപാടിയിട്ട് നിൽക്കണ്? മൺഡേ വായിക്കുമെന്ന് കരുതുന്നു, ഇത്രാം തീയതി വായിക്കുമെന്ന് കരുതുന്നു എന്നൊരു എന്താ പരിപാടിയാവോ? മൺഡേ വായിക്കുമെന്ന് കരുതുന്നു. ഇന്ന് മണ്ടന്നല്ലേ? ഇന്ന് മൺഡേ അല്ലേ? ആണല്ലേ ഇന്ന്? അല്ല, ഇന്ന് മണ്ടന്നെ. എന്നാൽ എനിക്ക് മറുപടി കേൾക്കാൻ കഴിയുമായിരുന്നു. ഉസ്താദെ, എല്ലാ സുന്നി പ്രവർത്തകന്മാരും എന്നേക്കാളും അറിവുള്ളവർ ആണെന്ന അറിവോടെ അങ്ങനെ ഒരാൾ എന്നോട് ചോദിച്ചാൽ എന്ത് മറുപടി
കൊടുക്കണം എന്ന ഉദ്ദേശത്തോടു കൂടെ ചോദിക്കുകയാണ്. തെറ്റിദ്ധരിക്കരുത്. ഇരു ലോകത്തും വിജയം വരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണമെന്ന അപേക്ഷയോടെ എഴുതുന്നു. സ്ത്രീകളെ സമ്മേളനങ്ങളിലും മറ്റു പരിപാടികളിലും പങ്കെടുപ്പിക്കുകയും സ്ത്രീകൾക്ക് പ്രത്യേക സംഘടന ഉണ്ടാക്കി അവർക്ക് പൊതുരംഗത്ത് വരാൻ വേണ്ടി പ്രത്യേക സമ്മേളനം നടത്തുകയും ഗാനമേളയും മറ്റു സംഘടനാ നേതാക്കളുടെ അറിവോടെ നടത്തുകയും ഗാനമേളയും മറ്റും സംഘടനാ നേതാക്കളുടെ അറിവോടെ നടത്തുകയും ഒക്കെ ചെയ്യുന്ന ഒരു സംഘടനയുടെ നേതാവിന് നമുക്ക് ദീനിൽ ഖാലിയായി അംഗീകരിക്കാൻ പറ്റുമോ? അങ്ങനെ ഒരു പാരമ്പര്യം സമസ്തക്കുണ്ടോ? അതാണ് ഇപ്പൊ ഉള്ളത്. എന്തൊക്കെയാണ് പറഞ്ഞത്? അതിൽ ആദ്യം പറഞ്ഞ വിഷയം എന്താണ് ആദ്യം? ഉസ്താദ് എല്ലാ തെറ്റിദ്ധരിക്കുക. സ്ത്രീകളെ സമ്മേളനങ്ങളിലും മറ്റു പരിപാടികളിലും പങ്കെടുപ്പിക്കുകയും സ്ത്രീകളെ സമ്മേളനത്തിൽ പങ്കെടുപ്പിക്കുക എന്ന് പറയുന്നത് ഹറാമായ കാര്യമാണ്. അപ്പൊ അത് പറയാൻ പറ്റൂലല്ലേ? സ്ത്രീകളെ സമ്മേളനത്തിൽ പങ്കെടുപ്പിക്കൽ ഹറാമാന്ന് പറയാൻ പറ്റുമോ? സലാത്ത് നഗറിലൊക്കെ പെണ്ണുകൾ പോകുന്നില്ല, അത് മരത്തിലെ പോകും. സ്ത്രീകൾ വീട് വിട്ട് പുറത്തിറങ്ങാനുള്ള വിരോധമൊന്നുമില്ല. അത് അവര് മറക്കൽ നിർബന്ധമായ ഖിലാഫ് അഭിപ്രായ വ്യത്യാസങ്ങളിൽ നിന്ന് ഇളവായ അഭിപ്രായ വ്യത്യാസങ്ങളിൽ ഏറ്റവും ഇളവുള്ള എടുക്കുകയാണെങ്കിൽ മുഖവും മുഖയും അല്ലാത്ത ഭാഗങ്ങളൊക്കെ അവർ ശരിക്കും മറച്ചിരിക്കുന്നു. അങ്ങനെ അവരെന്ത് ചെയ്ത് സമ്മേളനങ്ങളിലേക്ക് പോകുന്നു, അതുകൊണ്ട് വിരോധമില്ല. അല്ലെങ്കിൽ സലാത്ത് നഗറിലേക്ക് പോകുന്നു, അതുകൊണ്ടും വിരോധമില്ല. അല്ലെങ്കിൽ ഖബർ സിയാറത്തിന് പോകുന്നു, അതുകൊണ്ടും വിരോധമില്ല. അല്ലെങ്കിൽ കല്യാണത്തിന് പോകുന്നു, അതുകൊണ്ടൊന്നും വിരോധമില്ല. എന്ത് വേണം? മുഖവും മുഖയും അടക്കം മറക്കാണ് ഏറ്റവും നല്ലത്. എന്നാൽ മുഖവും മുഖയും ഒഴിച്ച് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ മറച്ചു നിൽക്കുക. എന്നാൽ ഔറത്തൊക്കെ ശരിക്കും മറച്ചു പോയതായിട്ട് പരിഗണിക്കപ്പെടും എന്ന് നല്ലൊരു വിഭാഗം ഉലമാക്കൾ പറയുന്നുണ്ട്. അപ്പൊ അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് വിരോധമൊന്നുമില്ല. അപ്പൊ അങ്ങനെ സ്ത്രീകളെ സമ്മേളനങ്ങളിൽ പങ്കെടുപ്പിക്കുന്ന നേതാവാണ് വെച്ചിട്ട് അയാൾ ദീനിന്ന് പുറത്തു പോയ ആളാണെങ്കിൽ അയാൾ ഹറാമായ കാര്യം ചെയ്യുന്ന ആളാണ്, അതുകൊണ്ട് പറയാൻ പറ്റൂല. പിന്നെന്താണ് വേറൊന്ന്? സ്ത്രീകളുടെ സമ്മേളനത്തിൽ മറ്റും പങ്കെടുപ്പിക്കുകയും സ്ത്രീകൾക്ക് പ്രത്യേക സംഘടന ഉണ്ടാക്കി അവർക്ക് പൊതുരംഗത്ത് വരാൻ വേണ്ടി പ്രത്യേക സമ്മേളനം നടത്തുക, അതുകൊണ്ട് വിരോധമില്ല. സ്ത്രീകൾക്ക് അങ്ങനെ ഉണ്ടാകും. ദീനിൽ അല്ലാഹു തആലാന്റെ അങ്ങനെ സ്ത്രീകൾക്ക് പ്രത്യേക സംഘടന ഉണ്ടാക്കാൻ പറ്റൂല എന്ന് ഇല്ലല്ലോ. സ്ത്രീകൾക്ക് പ്രത്യേക സംഘടന ഉണ്ടാക്കാം, അവർക്ക് ആ സംഘടനയുടെ കീഴിൽ പ്രവർത്തിക്കാം. പക്ഷെ അവിടൊക്കെ എന്ത് വേണം? അവിടൊക്കെ അവർ പുറത്തിറങ്ങി പോകുമ്പോൾ അവർക്ക് പാലിക്കേണ്ടത് മര്യാദകളൊക്കെ പാലിക്കണം. അതോടുകൂടിയാകുമ്പോൾ അവർക്ക് സമ്മേളനങ്ങൾ പങ്കെടുക്കുകയും ചെയ്യാം, അവർക്ക് പ്രത്യേകമായ സംഘടന ഉണ്ടാക്കി പ്രവർത്തിക്കുകയോ ചെയ്യാം. അതുകൊണ്ടൊന്നും വിരോധമില്ല. ഗാനമേളയും മറ്റു സംഘടനാ നേതാക്കളുടെ അറിവോടുകൂടി നടത്തുകയാണെങ്കിൽ അത് പറ്റൂല. ഗാനമേള ഹറാമായ വാദ്യോപകരണങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ടുള്ള ഗാനമേളൊക്കെ ആണെങ്കിൽ അത് പാടില്ലാത്ത വിഷയമാണ്. ഇനി ഒരു കാളിന്റെ സംഘടനന്റെ ആളുകൾ കാളി അതൊന്നും ചെയ്യണില്ല അല്ലെ? കാളി അങ്ങനത്തെ പരിപാടിക്ക് പങ്കെടുക്കുകയൊന്നും ചെയ്യണില്ല. പക്ഷെ കാളിന്റെ സംഘടന അതൊക്കെ ചെയ്യേണ്ടി നിൽക്കുക. അതുകൊണ്ടൊന്നും കാളിയാക്കാൻ പറ്റൂല എന്ന് പറയാൻ പറ്റൂല. അതിനേക്കാൾ അപ്പുറം അന്യ സ്ത്രീകൾക്ക് മുസാഫഹത്ത് ചെയ്ത കാളിമാരടക്കപ്പെടെ നമ്മുടെ നാട്ടിലുണ്ട്. അങ്ങനെ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടാ? അന്യ സ്ത്രീകൾക്ക് മുസാഫഹത്ത് ചെയ്ത കാളിയത് നമ്മുടെ നാട്ടിലുണ്ട്. എന്ന് മാത്രമല്ല, അതിനേക്കാൾക്ക് വളരെ മോശമായ, വളരെ നാറുന്ന പല പണികളും ഉണ്ട് എന്ന് ആക്ഷേപിക്കപ്പെടുന്ന ആളുകളൊക്കെ നമ്മുടെ നാട്ടിൽ ഉണ്ട്. അതേസമയത്ത് ഈ ചോദ്യത്തിലൂടെ സൂചന നൽകിയ മഹാണ്ടല്ലോ, ആ മഹാനെ കുറിച്ച് അങ്ങനത്തെ യാതൊരു മോശമായ ഒരു അഭിപ്രായവും പിന്നെ ആർക്കും തെളിയിക്കാൻ സാധിക്കൂല അല്ലേ? പരമാവധി മൂപ്പരെ കുറിച്ച് പറഞ്ഞെന്താണ്? മൂപ്പര് പ്രവർത്തിക്കുന്ന ഒരു സംഘടനയിൽ ഗാനമേള ഉണ്ടാവാറുണ്ട്. അതല്ലേ ഇപ്പൊ ഉള്ളത് ഇല്ലേ? അതല്ലേ ഉള്ളത്. എനിക്കടക്കം അപ്പുറമുള്ള വേറെ ഉണ്ട് ഇവിടെ. ഏതായാലും ശരി, അതുകൊണ്ടൊന്നും ഇവിടെ ആക്കെ പോട്ടെ അല്ലേ? പിന്നെ എൻട്രൻസ് എക്സാം എഴുതുന്ന എന്റെ സഹോദരിക്ക് നല്ല മാർക്കോടെ പാസ്സാക്കുവാനും അഡ്മിഷൻ ലഭിക്കുവാനും ദുആ ചെയ്യണം. അല്ലാഹു സുബ്ഹാനഹു വ തആല കുട്ടിയെ നല്ല മാർക്കോട് കൂടി വിജയിപ്പിക്കട്ടെ. ആ കുട്ടിക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ വിഷയത്തിൽ അഡ്മിഷൻ നൽകട്ടെ. അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാരുടെ ഹക്ക് ജാഹ് ബർക്കത്ത് കൊണ്ട് ആ കുട്ടിക്ക് നല്ല വിജയവും
ആ കുട്ടിക്ക് അഡ്മിഷൻ നൽകുകയും അത് ആ കുട്ടിയുടെ വിദ്യാഭ്യാസം ഉണ്ടല്ലോ അത് അള്ളാഹു അവന്റെ ദീനിന് ഒരു ഉപകാരമാക്കുകയും ചെയ്യട്ടെ. ആമീൻ. പിന്നെ ഇന്നലെ ഒരാൾ വിളിച്ച് ചോദിച്ചിരുന്നു, എന്ത് അദ്ദേഹം ഇവിടെ കേൾക്കുന്നുണ്ടെന്ന് അറിയില്ല, ജിബ്രീൽ അലൈഹിസ്സലാമിനോട് അള്ളാഹുവിന്റെ റസൂൽ ഒരിക്കൽ പിന്നെ വയസ്സ് ചോദിച്ചിരുന്നു അല്ലെ. അത് കിതാബിലൊക്കെ ഉണ്ട്, കുറെ കിതാബുകളുണ്ട്. അതിന്റെ സിഹത്തൊക്കെ എത്ര മാത്രം ഉണ്ടെന്ന് എനിക്ക് അറിയാൻ പറ്റില്ല. അത് സീറത്തുൽ ഹലബിയയിലുണ്ട് ആ വിഷയം. വേറെയും കുറെ കിതാബുകളുണ്ട്, സീറത്തുൽ ഹലബിയയിലുണ്ട് ആ സംഭവം. عن أبي هريرة رضي الله عنه أن رسول الله صلى الله عليه وسلم سأل جبريل عليه السلام. റസൂൽ അല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജിബ്രീൽ അലൈഹി സ്വലാമിനോട് ചോദിച്ചു, യാ ജിബ്രീലു കം അമർത മിന സിനീന, എത്ര വയസ്സ് നിങ്ങൾ ജീവിച്ചിരിക്കുന്നു എന്ന് ചോദിച്ചു. ജിബ്രീലെ നിങ്ങൾക്ക് എത്ര വയസ്സുണ്ട്, എത്ര വയസ്സായി എന്ന് വെച്ചു റസൂലുള്ളാഹി. ഫഖാല യാ റസൂലല്ലാഹ് ലസ്തു അഅലമു, എനിക്കറിയില്ല എനിക്ക് എത്ര വയസ്സുണ്ടെന്ന് പറഞ്ഞു ജിബ്രീല്. എനിക്കറിയില്ല എന്റെ വയസ്സൊന്നും, വയസ്സ് എനിക്ക് എത്ര ഉണ്ടെന്ന് എനിക്കറിയില്ല ജിബ്രീൽ ഇസ്ലാം പറയാണ്. പക്ഷേ ഒരു കാര്യം എനിക്ക് ഓർമ്മ ഉണ്ട്, ചോന ജിബ്രീൽ പറഞ്ഞതായിട്ട് ഇതിൽ കാണുന്നത് ഇങ്ങനെയാണ്, غير أن في الحجاب الرابع نجما يطلع في كل 70,000 سنة مرة. 70,000 വർഷം കൂടുമ്പോൾ ഒരിക്കൽ ഉദിക്കുന്ന ഒരു നക്ഷത്രമുണ്ട് ഹിജാബുർ റാബിഇൽ. എന്താണ് ഇപ്പൊ ഹിജാബുർ റാബിഇ എന്നൊക്കെ നമുക്കറിയില്ല, അതൊന്നൊക്കെ ഒരു അദൃശ്യ വർത്താനങ്ങളിൽ പെട്ടതാണ് ഇപ്പൊ അതൊക്കെ. നമുക്കിവിടെ മുമ്പിൽ തന്നെ കാണാൻ പറ്റാത്ത കൂട്ടരാണ് അങ്ങനത്തെ ആളുകൾക്ക്. ഇപ്പൊ ഈ പിന്നെ എന്ത് ഹിജാബുർ റാബി, അപ്പൊ ഹദീസിൽ പറഞ്ഞാണ്ട് അത് പറയാനേ നമുക്ക് നിർത്തിയുള്ളൂ. ഏതായാലും ശരി, ഹിജാബുർ റാബിഇൽ ഒരു നക്ഷത്രം ഉദിക്കാറുണ്ട്. ആ നക്ഷത്രം 70,000 വർഷത്തിൽ ഒരിക്കലേ ഉദിക്കൂ. ഒരിക്കൽ ഉദിച്ചിട്ട് പിന്നെ ഉദിക്കണമെങ്കിൽ 70,000 വർഷം കഴിയണം. അങ്ങനത്തെ ഒരു നക്ഷത്രം ഹിജാബുർ റാബിയിലുണ്ട്. ആ നക്ഷത്രം റഅയ്തുഹു 72,000 മറ, അത് ഞാൻ 72,000 പ്രാവശ്യം കണ്ടിട്ടുണ്ട്. എന്താ കേൾക്കണേ. ഹിജാബുർ റാബിയിൽ ഒരു നക്ഷത്രമുണ്ട്. ആ നക്ഷത്രം 70,000 വർഷത്തിൽ ഒരിക്കലാണ് ഉദിക്കുക. ആ നക്ഷത്രം ഞാൻ 72,000 പ്രാവശ്യം കണ്ടിട്ടുണ്ട് എന്ന്. അപ്പൊ 72,000 ഇൻറ്റു 70,000 ഒന്ന് കണക്കൂട്ടി വെക്കിയാൽ മതി. അപ്പൊ എത്ര വർഷമായിട്ടുണ്ട് അല്ലേ? അത് എനിക്ക് ഓർമ്മയുള്ളതാണ്. കാരണം ജിബ്രീൽ ഇസ്ലാം പറയാം എനിക്കത് ഓർമ്മയുള്ളതാണ്, ബാക്കിയുള്ള ഇതൊന്നും കൃത്യമായിട്ട് അറിയില്ല എന്ന്. 72,000 പ്രാവശ്യം നക്ഷത്രം ഞാൻ കണ്ടതായിട്ട് ഓർക്കുന്നുണ്ട്. അത് ഒരിക്കൽ ഉദിച്ചിട്ട് പിന്നെ 70,000 വർഷം കഴിഞ്ഞിട്ടാണ് പിന്നെ അത് ഉദിക്കുക എന്ന് പറഞ്ഞു. ഇതൊന്നൊരു അതിശയം നല്ലത്, ഇതിനേക്കാളൊക്കെ അപ്പുറമാണ് ഈ പ്രപഞ്ചത്തിന്റെ അകത്തുള്ള പ്രതിഭാസങ്ങൾ. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഫഖാല യാ ജിബ്രീലു വഇസ്സത്തി റബ്ബി ജല്ല ജലാലു അന ദാലികൽ കൗകബു, എന്റെ അല്ലാഹുവാണ് സത്യം, എന്റെ അല്ലാഹുവാണ് സത്യം. ആ നിങ്ങൾ കണ്ട നക്ഷത്രം ഉണ്ടല്ലോ 70,000 വർഷം കൂടുമ്പോൾ ഉദിക്കുന്ന നക്ഷത്രം, അതാകുന്നു ഞാൻ എന്ന് പറഞ്ഞു. അതാകുന്നു ഞാൻ എന്ന് പറഞ്ഞ റസൂലുള്ളാഹി റവാഹുൽ ബുഖാരി. ഇത് ബുഖാരി ഇമാം റിപ്പോർട്ട് ചെയ്താണ്, സഹീഹിലല്ല കേട്ടോ. ബുഖാരി റിപ്പോർട്ട് ചെയ്ത സഹീഹുൽ ബുഖാരിയിൽ മാത്രമല്ല, ബുഖാരിക്ക് വേറെയും ഹദീസിന്റെ കിതാബുകളൊക്കെ ഉണ്ട്. ബുഖാരി ഇമാമിന്റെ ബുഖാരി റിപ്പോർട്ട് ചെയ്ത ധാരാളം ഹദീസുകൾ അദ്ദേഹത്തിന്റെ സഹീഹ് അല്ലാത്തതിലും ഉണ്ട്. അപ്പോ അങ്ങനെ അപ്പൊ എന്താണ് ആ കൗക്കബ്, ആ നക്ഷത്രമാകുന്നു ഞാനെന്ന് പറഞ്ഞില്ലേ. അങ്ങനെ ഫലമ്മ ഇതൊക്കെ ഏതാണ്? ഇതൊക്കെ ഏതോ കാലത്തുള്ള വിഷയമല്ലല്ലേ. അങ്ങനെ അല്ലാഹു തആല ആദം നബി അലൈഹി സ്വലാമിനെ സൃഷ്ടിക്കാൻ ഒരുങ്ങിയപ്പോൾ ഫലമ്മ ഖലഖല്ലാഹു ആദമ അലൈഹിസ്സലാം ജഅല ദാലിക നൂറ ഫീ ളിഹ്രിഹി, ആ 70,000 വർഷം കൂടുമ്പോൾ ഉദിക്കാറുള്ള ആ കൗക്കബ് എന്ന് ആ നക്ഷത്രം ഉണ്ടല്ലോ, ആ നക്ഷത്ര പ്രകാശാണതേ. ആ പ്രകാശത്തെ അല്ലാഹു തആല എന്ത് ചെയ്തു? ആദം നബിയുടെ മുതുകിലാക്കി. ആദം നബി അലൈഹി ഇസ്ലാമിനെ സൃഷ്ടിക്കാൻ ഒരുങ്ങിയപ്പോൾ പിന്നീട് ആ പ്രകാശം ആദം നബിയുടെ മക്കളിലൂടെ അങ്ങനെ വന്നിട്ട് എന്റെ പിതാവ് അബ്ദുള്ളയിൽ എത്തി. അങ്ങനെ അത് പിന്നെന്ത് ചെയ്ത് എന്നിലെത്തി. അതാണ് സംഭവം. ആയിക്കോട്ടെ. എന്താലേ
അപ്പൊ സംഭവം അതാണുള്ളത്. അതിന്റെ സെഹത്തും മറ്റൊന്നും എനിക്കറിയില്ല. ഞാൻ അങ്ങനെ കണ്ടത് പറഞ്ഞതേ ഉള്ളൂ. ചോദ്യകർത്താവ് ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന് മനസ്സിലായിട്ടുണ്ടാവും എന്ന് കരുതുന്നു. സുമയ്യ നീലേശ്വരൻ 24 ഇന്നലെ ഒരാൾ ദുആ ചെയ്യാനുള്ള വിളിച്ചു പറഞ്ഞിരുന്നു. അദ്ദേഹത്തിന്റെ ഒരു സഹോദരന്റെ ഭാര്യയായിട്ടാണ്. സുമയ്യ എന്നാണ് പേര്. 24 വയസ്സാണ്. പിന്നെ ഗർഭയുടെ സമയമായിരുന്നു. അങ്ങനെ പ്രസവ വേദനയിലോ മറ്റോ അതിൽ ഗർഭം ഉണ്ടായിരിക്കെ ആണ് മരിച്ചത്. കുട്ടി മരിച്ചു, തള്ളി മരിച്ചിട്ടുണ്ട്. സുമയ്യ 24 വയസ്സാണ് അല്ലെ. നല്ല ഒരു യുവതി പ്രസവ ഗർഭിണിയായിരിക്കെ കുട്ടിയും സുമയ്യയും മരിച്ചിട്ടുണ്ട്. നീലേശ്വരാണ് പേര്. സുമയ്യ ആണ്. നീലേശ്വരം. നിങ്ങൾ മയ്യിത്ത് നിസ്കാരത്തിൽ ഒന്ന് പേര് കൊടുക്കാൻ നല്ലതാണ്. നമ്മുടെ പ്രിയപ്പെട്ട സഹോദരിയാണ്. അവരുടെ ഭർത്താവുണ്ടല്ലോ, ഒരു യുവാവായിരിക്കുമല്ലോ. ആ യുവാവിന് തന്റെ ഭാര്യ നഷ്ടപ്പെടുകയാണ്. ഭാര്യ മാത്രമല്ല, ആ കുട്ടി നഷ്ടപ്പെടുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യട്ടെ. ഷഹാദത്തിന്റെ പദവി നൽകി അല്ലാഹു സുബ്ഹാനഹു വ തആല അവരനുഗ്രഹിക്കട്ടെ. ഗർഭാവസ്ഥയിൽ പ്രസവവേദനയിൽ മരിച്ചാല് ഷഹീദിന്റെ കൂലിയാണ്. ഒരു സ്ത്രീ പ്രസവിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു യുദ്ധത്തിൽ പങ്കെടുക്കുന്നതിന്റെ കൂലിയാണ്. സ്ത്രീകൾക്ക് യുദ്ധം ചെല്ലല്ലേ, യുദ്ധത്തിൽ പങ്കെടുക്കാൻ സ്ത്രീകൾക്ക് പറ്റൂല. പക്ഷെ അവര് യുദ്ധത്തിൽ പങ്കെടുത്താൽ ഒന്ന് തെറ്റാലേ ഒരു യുദ്ധത്തിൽ പങ്കെടുത്ത കൂലിയാണ് അവർക്ക്. ആ പ്രസവവേദന മരിച്ചാലോ ഷഹീദായ കൂലിയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സഹോദരിക്ക് ഷഹാദത്തിന്റെ പദവി നൽകട്ടെ. അവരുടെ കുടുംബത്തിന് അല്ലാഹു ക്ഷമ പ്രദാനം ചെയ്യട്ടെ. അവർ ആ മുസീബത്തിൽ ക്ഷമിച്ചതിന്റെ പൂർണ്ണമായ സവാബും അവരുടെ കുടുംബത്തിന് അല്ലാഹു തആല നൽകട്ടെ. ആമീൻ. വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ്. സുമയ്യ നീലേശ്വരം ട്ടോ. അസ്സലാമു അലൈക്കും. വലൈക്കും സലാം വറഹ്മത്തുള്ളാഹി. ഉസ്താദേ, ഓരോ വേദന കൊണ്ട് നിസ്കാരം പോലും ബുദ്ധിമുട്ടാണ്. ഊരവേദന കൊണ്ട് ശരിയാണ്. ഊരവേദന കൊണ്ട് നിസ്കാരം പോലും ബുദ്ധിമുട്ടാണ്. ദുആയിൽ ഉൾപ്പെടുത്തണം. അല്ലാഹു സുബ്ഹാനഹു വ തആല പൂർണ്ണ ശിഫ പ്രദാനം ചെയ്യട്ടെ. അല്ലാഹുമ്മ ശ്ഫിഹി ശിഫാഅൻ തഅമൻ ലാ യുഗാദിറു സഖമൻ വലാ അലമ. വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ്. ഉസ്താദേ, ഒരേ സ്ത്രീക്ക് 12 വയസ്സിൽ പ്രായപൂർത്തിയായി. ഒരു സ്ത്രീക്ക് 12 വയസ്സിൽ പ്രായപൂർത്തിയായി. അന്നൊക്കെ അറിവില്ലാതെ വെള്ളം കുടിച്ചു നോമ്പ് നോറ്റു. അങ്ങനെ ഒരുപാട് നോമ്പുകൾ നോറ്റു വീട്ടുവാൻ ഉണ്ട്. വെള്ളം കുടിച്ച് നോമ്പ് നോറ്റു എന്ന് പറഞ്ഞാൽ ഇപ്പൊ എന്താണ് മനസ്സിലായില്ലേ? നോമ്പുണ്ടായിരിക്കെ കാണാതെ വെള്ളം കുടിച്ചെന്നോ? എന്താ ഇപ്പൊ മനസ്സിലായിട്ടില്ല. ഇപ്പോൾ മൺഡേ തേഴ്സ്ഡേ ദിവസങ്ങളിൽ എല്ലാം നോൽക്കുന്നുണ്ട്. മുദ്ദ് ഒന്നായിട്ട് കൊടുക്കാൻ പറ്റുമോ? ഏതായാലും ശരി, അങ്ങനെ ആയിരിക്കുമല്ലേ. വെള്ളം ഒക്കെ കുടിച്ചിട്ടേ ഉമ്മാനെ കാണാതെ അങ്ങനെ വെള്ളം കുടിക്കുന്ന അമ്മാന്റെ മുമ്പിൽ നോമ്പുകാരിയാവും ചെയ്യും. കാണാതെ വെള്ളം കുടിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇങ്ങനൊക്കെ പ്രായപൂർത്തിയാണ് എത്തിയിട്ടുണ്ട്. 12 വയസ്സിൽ തന്നെ പിന്നെ ഹൈലൊക്കെ ഉണ്ടായിട്ട് പ്രായപൂർത്തി എത്തിയ കുട്ടിയാണ്. അപ്പൊ നോമ്പ് നോക്കാൻ നിർബന്ധമാണ്. നോമ്പ് നിർബന്ധമായിരിക്കെ പല നോമ്പുകളും ഇങ്ങനെ കള്ളത്തരൊക്കെ കാട്ടി മുറിച്ചിട്ടുണ്ട്. അതിപ്പോ എല്ലാ വ്യാഴാഴ്ച നോമ്പ് നോൽക്കാറുണ്ട്. അങ്ങനെ നോമ്പ് ഖളാ വീട്ടുന്നുണ്ട്. അതിന് മുദ്ദ് ഒന്നിച്ച് കൊടുത്താൽ മതിയോ എന്നുള്ളത്. മുദ്ദ് കൊടുത്ത് അങ്ങനെ മതി. എത്ര നോമ്പുണ്ടെന്ന് കണക്കാക്കുക അല്ലേ? അതൊക്കെ മുദ്ദ് കണക്കൂട്ടാൻ വളരെ പ്രയാസമായിരിക്കും. ഒരു റമദാനിൽ നോമ്പ് ഖളായാൽ പിറ്റത്തെ റമദാന്റെ മുമ്പായിട്ട് ഖളാ വീട്ടിട്ടില്ലെങ്കിൽ ആ നോമ്പ് ഖളാ വീട്ടും വേണം, പിന്നെ മുദ്ദ് കൊടുക്കുകയും വേണം. പിറ്റത്തെ നോമ്പിന്റെ ശേഷമാണെങ്കിൽ ഓരോ നോമ്പിനും 2 മുദ്ദ് വീതം കൊടുക്കണം. പിറ്റത്തെ നോമ്പിന്റെ ശേഷമാണെങ്കിൽ ഓരോ നോമ്പിനും 3 മുദ്ദ് വീതം കൊടുക്കണം. അതാണ് പിന്നെ മുഅ്തമദായ അഭിപ്രായം. അങ്ങനെയാണ്. പക്ഷെ അതല്ല, എത്ര വർഷം കഴിഞ്ഞാലും ഓരോ നോമ്പിനും ഓരോ മുദ്ദ് കൊടുത്താൽ മതി എന്ന അഭിപ്രായവും നമ്മുടെ മദ്ഹബിൽ ഉണ്ട്. വർഷം എത്ര മാറിയാലും ഓരോ നോമ്പിനും ഓരോ മുദ്ദ് തന്നെ കൊടുത്താൽ മതി എന്ന് പറയുന്ന ഒരു അഭിപ്രായം നമ്മുടെ മദ്ഹബിലുണ്ട്. എനിക്ക് തോന്നുകയാണ് ഈ സഹോദരി ആ അഭിപ്രായം പുരിക്കലായിരിക്കും നന്നാവുക. മറ്റത് കണക്കൂട്ടാൻ വളരെ പ്രയാസമായിരിക്കുമല്ലോ അത്. അപ്പൊ എന്ത് ചെയ്യാ, ആ ഷാഫി മദ്ഹബിലെ ഈ പ്രബലമല്ലാത്ത ആ അഭിപ്രായം പിടിച്ചുകൊണ്ട് എല്ലാ നോമ്പിനും ഓരോ നോമ്പിനും ഓരോ മുദ്ദ് വീതം കൊടുക്കുകയും ഉള്ള നോമ്പ് വേഗം ഖളാ വീട്ടുകയും ചെയ്യുക. അതായിരിക്കും സാധിക്കുക എന്ന് തോന്നുന്നു.
ഒരു ഉപ്പ ഒരു മകൻക്ക് വീടിന് 14 സെന്റ് സ്ഥലം എഴുതി കൊടുത്തു. ആ മകൻ ചോദിച്ചതല്ല, ഉപ്പാന്റെ ഇഷ്ടമാണ്, ഇഷ്ടത്തിന് എഴുതി വെച്ചതാണ്. ഉപ്പാക്ക് 8 പെൺമക്കൾ ഉണ്ട്. അതിൽ 6 പെൺമക്കളെ ഈ മകനാണ് കല്യാണം കഴിപ്പിച്ചു കൊടുത്തത്. കുടുംബ ഭാരങ്ങളെല്ലാം ഈ മകനാണ് നോക്കുന്നത്. അപ്പോൾ ഉപ്പ സ്ഥലം എഴുതി വെച്ചതിൽ തെറ്റുണ്ടോ? ഒരു തെറ്റില്ല. അല്ലെ, ഇപ്പാക്ക് ആകെ ഒരു മകനുള്ളൂ, 8 പെൺകുട്ടികളുണ്ട്. അതിൽ 2 പെൺകുട്ടികളെ ഇപ്പം മുമ്പ് കെട്ടിച്ചിട്ടുണ്ട്. ബാക്കി 6 പെൺമക്കളെയും വിവാഹം ചെയ്തു കൊടുത്തത് ഈ മകനാണ്. അതിന് പറഞ്ഞ കുടുംബത്തിന്റെ ഭാരം മുഴുവൻ ഈ മകനാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ ഉപ്പ എന്ത് ചെയ്തു? ഉപ്പാന്റെ സ്വത്തിൽ നിന്നൊരു 14 സെന്റ് സ്ഥലം ഈ മകന് വീടുണ്ടാക്കാൻ വേണ്ടി എഴുതി വെച്ചു കൊടുത്തു. അതുകൊണ്ട് തെറ്റുണ്ടോ? തെറ്റില്ല. അതുകൊണ്ടൊന്നും. കാരണം ഉപ്പാന്റെ ഹയാത്ത് കാലത്ത് ഉപ്പാന്റെ സ്വത്ത് കൊണ്ട് ഇഷ്ടമുള്ളത് പ്രവർത്തിക്കാനുള്ള അവകാശം, അധികാരം ഉപ്പാക്കുണ്ട്. ഇനി മുഴുവൻ ഈ മകന് കൊടുത്തു നിൽക്കുക, അതിനുള്ള അധികാരം ഉപ്പാക്കുണ്ട്. അപ്പൊ അത് ഉപ്പാക്ക് ചെയ്തുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, അതുകൊണ്ട് വിരോധമൊന്നുമില്ല. ചിലപ്പോ ആക്ഷേപം ഉണ്ടാവൂല്ലേ, ഈ പെങ്ങന്മാരൊക്കെ പാടെ പച്ചമ്മ കൂട്ടിട്ട് വന്നിട്ടുണ്ടാവും. ഇപ്പോ പെൺകുട്ടികളല്ലേ, എന്താ ഒരു സാധനങ്ങൾ ചിത്താലേ ഈ ചങ്ങായി അങ്ങനെ ഉണ്ടാവും. ഈ പെൺകുട്ടികളെ മുഴുവൻ ആ ചങ്ങായിക്കാര കിടന്ന ഗൾഫ് പോയിട്ട് കഠിനാധ്വാനം ചെയ്തിട്ടേ ഉള്ള പൈസ ഇങ്ങനെ ഉണ്ടാക്കുക, എന്നിട്ട് അതിനൊരു പെങ്ങളെ കെട്ടിക്കുക, പിന്നെ കടും കല്ലൊക്കെ വാങ്ങിയിട്ട് കടകറും ബുദ്ധിമുട്ടായിട്ട് വേറെ പെങ്ങളെ കെട്ടിക്കുക. അങ്ങനെ ഈ പെൺകുട്ടികളൊക്കെ കെട്ടിയിട്ടുണ്ടാവും. പിന്നെ ഇവന് ആകെ മേപ്പിട്ട് വെക്കുന്ന സമയത്തേക്കാരം ഇപ്പൊ എന്ത് ചെയ്തത്, പിന്നെ ഒരു 14 സെന്റ്. അപ്പൊ ഈ പെൺകുട്ടികളൊക്കെ പാടെ തുമ്പിലെടുത്ത് വന്നിട്ടുണ്ടാവും ചിലപ്പോ. ഓരോരോ ഭർത്താക്കന്മാരും വേണ്ട അല്ലേ, അതൊക്കെ ഉണ്ടായി. പക്ഷെ അതുകൊണ്ട് വിഷയം ഉപ്പാക്കാൻ ചെയ്യാനുള്ള അവകാശമൊക്കെ ഉണ്ട്. കടബാധ്യതയുള്ള വ്യക്തി സ്വന്തം മക്കളെ ബാധ്യത ഏൽപ്പിച്ച് ഹജ്ജിന് പോകാൻ പറ്റുമോ ഉസ്താദെ? അതൊക്കെ പറ്റും. കടബാധ്യതയുള്ള ആളാണ്, വിശ്വസ്തരായ ആളുകളെ അത് ഏൽപ്പിച്ചു, അവരത് ഏൽക്കുകയും ചെയ്തു. അങ്ങനെ ഹജ്ജിന് പോയാൽ ഹജ്ജ് സഹിയാവുന്നത് മാത്രമല്ല, അതുകൊണ്ട് യാതൊരു കുഴപ്പമില്ല. അത് സ്വന്തം നമ്മൾ കടം വീട്ടുന്നത് പോലെ തന്നെയാണ്. വിശ്വസ്തരായ ആളുകൾ ഉണ്ടല്ലോ, അവരെ ഏൽപ്പിച്ചു, അവര് പിന്നെ വിശ്വസ്തരായ ആളുകളുമാണ്, അവരെ ഏൽക്കുകയും ചെയ്തു. അപ്പോൾ അതുകൊണ്ട് വിരോധമില്ല. ഫോറിൻ ചിക്കൻ, മട്ടൻ, ബീഫ് എന്നിവ ഹലാൽ ആകുമോ? ഗൾഫ് നാടുകളിൽ ഇതാണല്ലോ കിട്ടുക. അത് ഹലാലാകും തന്നെയാണ്. ഗൾഫ് അല്ലേ, അത് ഇവിടുത്തെ ഗവൺമെന്റിന്റെ അതിന്റെ പ്രത്യേകമായ വിഭാഗം പറയുന്നത്. അവർ ആ വിഷയത്തിലൊക്കെ വളരെ അധികം പഠനം നടത്തിയതിനു ശേഷം ആണ് അത് ഇറക്കുമതി ചെയ്യുന്നത്. ഇറക്കുമതി ഇപ്പൊ ഗൾഫിലേക്കൊക്കെ വരുന്ന ഇറച്ചിയൊക്കെ പിന്നെ ഇറക്കുമതി ചെയ്യുന്ന സ്ഥലങ്ങളുണ്ടല്ലോ, ആ സ്ഥലങ്ങളിൽ ഉള്ള ഇസ്ലാമിക സംഘടനകളെ അതിന്റെ ഉത്തരവാദിത്തം അവർ ഏൽപ്പിച്ചിട്ടുണ്ട്. ഇതൊക്കെ നല്ല രീതി തന്നെയാണോ, ശരിക്കും ഹലാലായ രീതി അർത്ഥ കയറ്റി അയക്കുന്നതാണോ അല്ലേ എന്നൊക്കെ പരിശോധിക്കാൻ വേണ്ടി അവിടുത്തെ ഇസ്ലാമിക സംഘടനകളെ അവർ ഏൽപ്പിച്ചിട്ടുണ്ട്. ഇസ്ലാമിക സംഘടനകൾ പ്രവർത്തിക്കാത്ത രാജ്യങ്ങളാവുമ്പോൾ ഈ ഗൾഫ് രാജ്യങ്ങളുടെ എംബസികൾ അവിടെ ഉണ്ടാവുമല്ലോ, ആ എംബസികളെ ഏൽപ്പിച്ചിട്ടുണ്ട്. അപ്പൊ അവരുടെ പൂർണ്ണമായ ശ്രദ്ധയോടുകൂടിയാണ് ഇങ്ങോട്ട് ഇറക്കുമതി ചെയ്യുന്നത് എന്നൊക്കെയാണ് ഇവർ പറയുന്നത്. അതുകൊണ്ട് തന്നെ ആ മാംസം കഴിക്കും ചെയ്യാൻ ഹലാലാണ്, അതുകൊണ്ട് വിരോധമൊന്നുമില്ല. നേരെ മറിച്ച് ഒരാൾക്ക് ബോധ്യപ്പെട്ട് നിൽക്കുക, ഒരാൾക്ക് ബോധ്യപ്പെട്ട് ഇങ്ങനെ കയറ്റുമതി ചെയ്യുന്ന ആ സ്ഥലത്ത് ഉള്ള അതൊക്കെ ശരിക്കും അറക്കുന്നതല്ല, തച്ചു കൊല്ലുന്നതാണ്, അപ്പൊ ഹലാലായ മാംസം അല്ല എന്ന് ഒരാൾക്ക് ബോധ്യപ്പെട്ട് ഉറപ്പായിട്ടുണ്ട്, എന്നാൽ കഴിക്കാൻ പാടില്ല. എന്നാൽ അയാൾക്കത് കഴിക്കാൻ പാടില്ല, അയാളെ വിശ്വസിക്കുന്നവർക്കും കഴിക്കാൻ പാടില്ല, മറ്റുള്ളവർക്ക് കഴിക്കുകയും ചെയ്യാം. അതാണ് അതിന്റെ വിധി. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹ്. വിഷുവിന്റെ അപ്പം ഭക്ഷിക്കാമോ? വിഷുവിന്റെ അപ്പം, അങ്ങനെ അപ്പം ഉണ്ടാവും റഹ്മാൻ അറബെ? വിഷുവിന്റെ അപ്പം അതായത് ശരി ഭക്ഷിക്കാമോ എന്ന് ചോദിച്ചാല് അത് ബഹുമാനിച്ചുകൊണ്ട് ഭക്ഷിക്കാൻ പാടില്ല, അത് ഹറാമാണ്. അങ്ങനെ ഒരു അന്യമതസ്ഥരുടെ ഒരു ഇബാദത്ത്, ഒരു ആരാധന, അതിനെ ബഹുമാനിക്കുക, അതുണ്ടല്ലോ. അള്ളാഹു അല്ലാത്തവർക്കുള്ള ഇബാദത്തിനെ ബഹുമാനിക്കുക ഉണ്ടല്ലോ, അത് ബഹുമാനിക്കാൻ പാടില്ല. അതുപോലെ അന്യമതസ്ഥരുടെ സംസ്കാരം, അവരുടെ ആചാരം, അതൊന്നും ബഹുമാനിക്കാൻ പാടില്ല, അതിന് നിന്ദിക്കാൻ പാടില്ല, നിന്ദിക്കരുത്.
അത് ബഹുമാനിക്കാൻ പാടില്ല. അതുകൊണ്ട് ഈ ഒരു മറ്റു മതസ്ഥരുടെ പിന്നെ അവർ ആദരിക്കുന്ന ദിവസങ്ങളിൽ ഉണ്ടാക്കുന്ന ഭക്ഷണം, അപ്പൊ ആ ദിവസത്തെ ആദരിച്ചുകൊണ്ട് ആ ഭക്ഷണത്തെ ആദരിച്ചുകൊണ്ടൊക്കെ ആണെങ്കിൽ അങ്ങനെ കഴിക്കാൻ പാടില്ല, ഹറാമാണ്. അതേസമയത്ത് ഇയാൾ ഉദ്ദേശിച്ചല്ല, എന്താ അതിന്റെ രസമുണ്ടോ ഇല്ലാന്നൊന്ന് അറിയണം അല്ലേ? അല്ലെങ്കിൽ അതിന്റെ നല്ല രസമുള്ള സാധനം ആ രസമൊന്ന് ആസ്വദിക്കണം, അല്ലെങ്കിൽ അയാൾക്ക് വിശപ്പുണ്ട്, ആ വിശപ്പൊന്ന് അടക്കണം, അതൊക്കെയാണ് അയാളുടെ ഉദ്ദേശം. അതല്ലാതെ അതിനെ ബഹുമാനിക്കലെല്ലാം നിൽക്കുന്നത്, അതുകൊണ്ട് തകരാറുമില്ല. പിന്നെ അത്തഹിയാത്തിൽ വിരൽ ഇളക്കുന്നത്, അത്തഹിയാത്തിൽ വിരൽ ഇളക്കല് കറാഹത്താണ് നമ്മുടെ മദ്ഹബില്. കൈയിങ്ങനെ ഉയർത്തി വിരലിങ്ങനെ ഉയർത്തി പിടിച്ചിട്ട് അതിങ്ങനെ ഇളക്കല് സുന്നത്തില്ലാന്ന് മാത്രമല്ല അത് കറാഹത്ത് കൂടിയാണ് നമ്മുടെ മദ്ഹബിൽ. എന്നാൽ മാലിക്കി മദ്ഹബ് പ്രകാരം അത് സുന്നത്തുമാണ്. ഇനിയും കുറെ ഉണ്ട് ചോദ്യങ്ങളിലെ ഇൻഷാ അല്ലാഹ്. അബ്ദുൽ ഹമീദ് ഫൈലി, ഓണംപള്ളി മുഹമ്മദ് ഫൈസി, MT അബൂബക്കർ ദാരിമി, ഗഫൂർ അൻവരി, സലീം ഫൈസി, മുസ്തഫ ഷർഫി കക്കുപ്പടി, സുന്നീസം, രാമന്തലി, എല്ലാവരും കോഴിക്കോട് എത്തി. അൽഹംദുലില്ലാഹ് എല്ലാവരും എത്തിയിട്ടുണ്ട്. ഹമീദ് ഫൈസിയും ഓണംപള്ളി മുഹമ്മദ് ഫൈസി, സലീം ഫൈസി ഇർഫാനി, അഷർഫി കക്കുപ്പടി, MT ദാരിമി, സുന്നീസം, രാമന്തലി, അതുപോലെ MTയും സുന്നീസും ഗഫൂർ അൻവരിയും ഉണ്ട് അല്ലെ? അവരൊക്കെ കേരള ഇസ്ലാമിക് ക്ലാസ് റൂമിന്റെ അഡ്മിൻ കൂടിയാണ്. അപ്പൊ ഇൻഷാ അല്ലാഹ് കുറെ ഇപ്പോൾ വന്ന കുറെ PMകളുണ്ട്, അത് വായിച്ചെടുത്തിട്ട് വേണം. വായിച്ചെടുക്കാൻ കുറച്ച് അധികം ഉണ്ടായിരുന്നു, അതുകൊണ്ട് അതിപ്പോ ശരിയാവൂല. മുടി കറുപ്പിക്കുന്നതിനെ കുറിച്ച് ഒന്ന് വിവരിക്കാമോ? മുടി കറുപ്പിക്കൽ ഹറാമാണ്. മുടി കറുപ്പിക്കൽ യുദ്ധാവശ്യമല്ലാത്ത ആവശ്യത്തിന് വേണ്ടി മുടി കറുപ്പിക്കൽ ഹറാമാണ് ഷാഫി മദ്ഹബ് പ്രകാരം. ഷാഫി മദ്ഹബ് പ്രകാരം യുദ്ധത്തിന് പങ്കെടുക്കുന്ന യോദ്ധാവാൻ നിൽക്കുക, എന്നാൽ അയാളുടെ മുടി അനില നിരച്ചിട്ടുണ്ട്, എന്നാൽ അയാളുടെ മുടി കറുപ്പിക്കൽ അനുവദനീയമാണ്. കാരണം അത് ശത്രുക്കളെ പേടിപ്പിക്കാൻ വേണ്ടിയാണ്. അത് പറ്റും. അതല്ലാത്ത ആവശ്യത്തിന് വേണ്ടി മുടി കറുപ്പിക്കൽ ഹറാമാകുന്നു. അതാണ് ഷാഫി മദ്ഹബ്. എന്നാൽ ഷാഫി മദ്ഹബ് അല്ലാത്ത മറ്റ് മദ്ഹബുകളിൽ, മാലിക്കി മദ്ഹബ്, ഹംബലി മദ്ഹബ്, ഹനഫി മദ്ഹബ്, അതിലൊക്കെ പിന്നെ വഞ്ചന ഇല്ല നിൽക്കുക, എന്നാൽ അത് അനുവദിക്കപ്പെടുന്നതാണ്. വഞ്ചന ഇല്ലെങ്കിൽ വഞ്ചന ഇല്ല, ചിലപ്പോ അതിലൊരു ചതി ഉണ്ട് നിൽക്കുക. ഉദാഹരണം പറയുകയാണെങ്കിലേ, ഒരു പെണ്ണ് ഒരു കല്യാണം കഴിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്, അയാളെ മുടിയൊക്കെ നിറച്ച ആളാണ്. അപ്പൊ അവള് ഇവന് ഒരു യുവാവാണ് എന്ന് തോന്നിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ആ പെണ്ണെ കാണാൻ പോണ സമയത്ത് മുടിയൊക്കെ തന്നെ കറുപ്പിച്ച്, അപ്പൊ അതിൽ ചതി ഉണ്ടല്ലേ? ഒരു ചതി ഉണ്ട്, വയസ്സനാണ് ഇവനെ. അപ്പൊ അവളെ പറ്റിക്കല. അതല്ലെങ്കിൽ അവള് മുടിയൊക്കെ കറുത്ത നിറച്ചൊരു തള്ളയാണ്. അപ്പൊ അവൾക്ക് ഒരു പുതിയാപ്പണം കിട്ടണമെന്നുണ്ട്. അപ്പൊ ആ പുതിയാപ്പള കാണാൻ വരുന്ന നേരത്തെ അവള് മുടിയൊക്കെ ഇങ്ങനെ കറുപ്പിച്ചിട്ട് ഇങ്ങനെ ചൊങ്കറ്റിയായിട്ട് ഇങ്ങനെ നിൽക്കുക. അപ്പൊ അതിലൊരു ചതി ഉണ്ടല്ലേ? അപ്പൊ അങ്ങനെ ചതി ഉണ്ടെങ്കിൽ ഹറാമാണ്, അതല്ലെങ്കിൽ ഹറാം ഇല്ല എന്നാണ് മറ്റു മദ്ഹബുകൾ. എന്നാൽ നമ്മുടെ മദ്ഹബിൽ അതല്ല. നമ്മുടെ മദ്ഹബ് പ്രകാരം പിന്നെ യുദ്ധാവശ്യത്തിനല്ലാത്ത ആവശ്യത്തിന് വേണ്ടിയൊക്കെ മുടി കറുപ്പിക്കൽ ഹറാമ് തന്നെയാണ്. ഇനി എല്ലാവരും നിർബന്ധം നിൽക്കുക അല്ലെ, ഒരാൾക്ക് മുടി കറുപ്പിച്ചേ അടങ്ങൂ എന്നൊരു വാശി ഉണ്ടെങ്കിൽ ഹറാമാണ് എന്ന അഭിപ്രായം പിടിച്ചുകൊണ്ട് പിന്നെ ചെയ്യത്, അപ്പൊ ഹറാമാവുമല്ലോ. അതുകൊണ്ട് ആരെങ്കിലും ഉദ്ദേശിക്കുന്നെങ്കിൽ ആ വിഷയത്തിൽ മറ്റു മദ്ഹബ് തഖ്ലീദ് ചെയ്യാം. അങ്ങനെ ഹംബലി മദ്ഹബോ മാലിക്കി മദ്ഹബോ ഒക്കെ ഹറാമില്ല, കറാഹത്താണ് എന്നാണല്ലോ പറഞ്ഞത്. ഈ വിഷയത്തിൽ ഞാൻ ആ മദ്ഹബാണ് സ്വീകരിക്കുന്നത് എന്ന് കരുതിക്കൊണ്ട് ചെയ്യുകയാണെങ്കിൽ വിരോധമൊന്നുമില്ല. അതല്ലാതെ ഹറാമാന്നുള്ള കാര്യത്തിൽ ഉറച്ചു നിൽക്കുക എന്നിട്ട് കറുപ്പിക്കും ചെയ്യാറല്ലേ, അത് ഒരു പാടില്ലാത്ത വിഷയമാണല്ലോ. എനിക്ക് കടബാധ്യതയുണ്ട്, എന്റെ മക്കളെ ഏൽപ്പിച്ച് ഹജ്ജിന് പോകാൻ പറ്റുമോ? പറ്റുമെന്ന്. നിങ്ങൾ മക്കളെ ഏൽപ്പിച്ചു, മക്കളത് സ്വീകരിക്കുകയും ചെയ്തു, അവരെ ഏറ്റെടുക്കുകയും ചെയ്തു, അതുകൊണ്ട് വിരോധമില്ല. ഭംഗിക്ക് വേണ്ടി അല്ലാതെ പിന്നെ ഭംഗിക്ക് വേണ്ടി അതൊക്കെ ഒരു വർത്താന. ഭംഗിക്ക് വേണ്ടി കറുപ്പിക്കാന്ന് അല്ലെ? ഭംഗിക്ക് വേണ്ടി കറുപ്പിക്കാന്ന്. പിന്നെ അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. ഉസ്താദെ, ഞാൻ ഗൾഫിലേക്ക് പോവുക എന്ന് ഈ മാസം ദുആ ചെയ്യണം. ജോലി നല്ല രീതിയിൽ ചെയ്യാനും ദീനീപരമായി ജീവിക്കാനും അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളുടെ യാത്രയിൽ ഖൈറും ബർക്കത്തൊക്കെ പ്രദാനം ചെയ്യട്ടെ. ഹലാലായ നല്ല ജോലി, അതിൽ സംതൃപ്തി, അതിൽ ഖൈറും ബർക്കത്തൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രദാനം ചെയ്യട്ടെ. ജോലിയിൽ സംതൃപ്തി അല്ലെ, അതിൽ അല്ലാഹു നൽകട്ടെ. ഖൈറും ബർക്കത്തൊക്കെ അല്ലാഹു തആല പ്രദാനം ചെയ്യട്ടെ. ആമീൻ.
അള്ളാഹു നിങ്ങളുടെ യാത്ര ഹൈറാക്കി തരട്ടെ. ആമീൻ. സല്ലല്ലാഹു അലൈഹി വസല്ലം. മുഹമ്മദ്. യോഗയിലുള്ള സൂര്യ നമസ്കാരം പറ്റുമോ? ഇല്ല, ഹറാമാണ്. യോഗയിൽ അതൊക്കെ ഇതാണ്, ഒരു കാഫിര്യങ്ങളായ ആളുകൾ അവരുടെ ഇബാദത്തിന്റെ ഭാഗമായ ചില വിഷയങ്ങളൊക്കെ ഉൾപ്പെടുത്തി കൊണ്ടുള്ള ഓരോ വിഷയങ്ങളാണ്. അതൊന്നും സൂര്യ നമസ്കാരമാണ് പാടില്ല. അള്ളാഹു തആലക്ക് നിസ്കരിക്കുക, വേറെ ഒന്നിനും ഇബാദത്ത് ചെയ്യാൻ പാടില്ല എന്ന് മാത്രമല്ല, അള്ളാഹു അല്ലാത്തവർക്ക് ഉള്ള ഇബാദത്താണെന്ന് തോന്നിപ്പിക്കുന്ന രീതി ചെയ്യാനും പാടില്ല. അതുകൊണ്ട് ഷിർക്കാവൂലെങ്കിലും അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നതാണ്. അള്ളാഹു അല്ലാത്തവർക്ക് ഇബാദത്ത് ചെയ്താൽ അത് ഷിർക്കാണ്, അല്ലേ? ഷിർക്കാണ് അത്. ഷിർക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരിക്കലും പൊറുക്കൂല. അങ്ങനെ മരിച്ചു പോയിട്ട് കാലാകാലം നരകത്തിൽ കടക്കേണ്ടി വരികയും ചെയ്യും. അതേസമയത്ത് ഇയാള് അള്ളാഹു അല്ലാത്തവർക്ക് ഇബാദത്ത് ചെയ്യുന്നല്ല, പക്ഷെ അത് അള്ളാഹു അല്ലാത്തവർക്കുള്ള ഇബാദത്താണോ എന്ന് തോന്നിപ്പിക്കുന്ന രീതി ചെയ്യുക, അത് ഹറാമാണ്. ഏതായാലും ശരി, അത് ചെയ്യാൻ പാടില്ല. യോഗയില് അതുകൊണ്ട് വല്ല ഗുണമുണ്ടെങ്കിൽ അത്തരം കാര്യങ്ങളൊക്കെ ഒഴിവാക്കിക്കൊണ്ടുള്ളത് ചെയ്യുക. അത്തരം കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല. നീ സൂര്യന്റെ മേലേക്ക് നോക്കുന്നത് കൊണ്ട് പ്രത്യേക ആരോഗ്യ വിഷയം ഉണ്ട് നിൽക്കുക, എന്നാ തർക്കണം കേട്ടോ. അതിനെ ബഹുമാനിക്കുകയോ അല്ലെങ്കിൽ അതിനെ ആരാധിക്കുകയോ ഒന്നല്ല ചെയ്യണത്. രാവിലെ ഒക്കെ കാണാൻ കുട്ടികളല്ലേ, ഇപ്പൊ കാണാൻ പ്രസവിച്ച കുട്ടികളെ കാണാൻ വെയിൽ ഒളിക്കണം രാവിലെയൊക്കെ. തള്ളാര് ഒക്കെ ഇപ്പൊ തുടങ്ങിയ ഓരോ വിഷയമാണ് അല്ലേ. കുട്ടികളെ കാണാൻ വെയിലത്ത് ഇങ്ങനെ കൊണ്ടിറക്കണാണ്. അപ്പൊ ഈ സൂര്യൻ ഉദിക്കണ ആ സമയത്ത് കാണാൻ കുട്ടികളെ ഇങ്ങനെ പുറത്തു കൊണ്ടുപോകും. അപ്പൊ എന്താണ്, ഈ മഞ്ഞപ്പിത്തം പോലത്തെ രോഗങ്ങൾക്കൊക്കെ ഇളം വെയിൽ കൊള്ളിക്കുക. അപ്പൊ ആ രീതിയിലാണ് തിരക്കടൊന്നുമില്ല. അതല്ലാതെ ഒരു സൂര്യ നമസ്കാരം അതിനെ ആരാധിക്കുന്നതിന്റെ ഭാഗം ആ രീതി തോന്നിപ്പിക്കുന്ന രീതിക്കാവുക, അതും ചെയ്യാൻ പാടില്ല. അതല്ല, ഇളം വെയിൽ കൊള്ളുന്നത് ആരോഗ്യത്തിന് ഗുണകരമാണ്, ആ രീതിയിലാണെങ്കിൽ വിരോധവുമില്ല. ഏതായാലും ഇനി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പിന്നീട് പറയാം. പിന്നെ എന്താണ്, അസ്സലാമു അലൈക്കും. വലൈക്കും സലാം വറഹ്മത്തുള്ളാഹി. പ്രസവിച്ച കുട്ടിയുടെ ആദ്യത്തെ മുടി കളയുന്ന ആൾ മുസ്ലിം ആയിരിക്കണം നിർബന്ധമുണ്ടോ? ആവുന്നില്ല, മുസ്ലിം ആയിരിക്കണം നിർബന്ധമൊന്നുമില്ല. പ്രസവിച്ച കുട്ടിയുടെ ആദ്യത്തെ മുടിയല്ല, അത് കളയൽ സുന്നത്താണ്. മുസ്ലിം ആവലാണ് നല്ലത്, മുസ്ലിം ആവണം എന്ന് നിർബന്ധമില്ല. ഇതുവരേക്കും പറഞ്ഞതും ചോദിച്ചതും കേട്ടതൊക്കെ അള്ളാഹു കബൂൽ ചെയ്യട്ടെ. അള്ളാഹുവിന്റെ ദീനിനുള്ള ഒരു എളിയ ഖിദ്മത്തായി അള്ളാഹു ഇത് നമ്മിൽ നിന്ന് സ്വീകരിക്കട്ടെ. ഇതൊക്കെ നമ്മുടെ മീസാനിൽ ഹസനാത്തിന്റെ ഭാഗത്ത് നിന്ന് വലിയ ഭാരം നൽകുന്ന അമലായി അള്ളാഹു കബൂൽ ചെയ്യട്ടെ. അള്ളാഹു നമ്മുടെ ചെറുതും വലുതുമായ എല്ലാ ദോഷങ്ങളും പുറത്തു തരട്ടെ. നമ്മുടെ മാതാപിതാക്കൾക്ക് അള്ളാഹു പൊറുക്കട്ടെ. ഭാര്യമാര്, സന്താനങ്ങൾ, സഹോദരൻ